ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഗരം മസാലയാണ്. വീട്ടിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഗരം മസാല ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അളവുകൾ എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ കാണാം. അതിനു വേണ്ടി 4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ അളന്നെടുക്കുക. 2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഏലക്ക, 1.5 ടേബിൾ സ്പൂൺ കറുവപ്പട്ട, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. 1 ജാതിക്ക, അത് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കുരു എടുക്കണം. ബേ ലീവ്സ് അല്ലെങ്കിൽ വഴനയില 2 എടുത്തിട്ടുണ്ട്. തക്കോലം, ഇത് രണ്ടും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ജാതിപത്രി, ഇതൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ ജാതിക്ക പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതി കഷ്ണങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം അടുപ്പത്തൊരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് ഇടുക. ചെറിയ തീയിൽ വേണം വറുത്തെടുക്കാനായിട്ട്. അധികം മൂത്ത് പോകണ്ട, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അത് പാകം ചൂടാകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ തീ ഓഫാക്കാവുന്നതാണ്. പെരിഞ്ജീരകമൊക്കെ ഒന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അത് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമേ പൊടിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗരം മസാല ഇവിടെ നന്നായി പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കറിയിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക്